നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ വളരെ ഗൗരവമായി നടക്കുന്ന ഒരു കോൺവെർസേഷൻ മർക്കോസ് സുവിശേഷം 9-ാമത്തെ അധ്യായം ഒടുവിലത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ബാക്കി 9 ശിഷ്യന്മാർ താഴെ ആ മലയുടെ അടിവാരത്തിലുണ്ട്. യേശുക്രിസ്തു പ്രഭാതത്തിൽ ആ 3 പേരുമായിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും താഴെ ഒരു തർക്കം നടക്കുകയാണ്. തർക്കം മറ്റൊന്നുമല്ല, ഊമനായിരിക്കുന്ന ഒരു മകനുള്ള ഒരു അപ്പൻ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ബാക്കി താഴെ നിൽക്കുന്ന 9 പേരോട് ആ മകനെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട്, ഭൂതഗ്രസ്തനും കൂടിയാണ് ആ പൈതൽ, അവനെ സൗഖ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൻ ഈ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, അതുകൊണ്ട് യേശുവിലുള്ള പ്രത്യേക കഴിവുകൾ ശുശ്രൂഷകളിൽ ഇവരിലും ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഈ അപ്പൻ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. എന്നാൽ നമ്മളവിടെ വായിക്കുന്നത് ഈ ശിഷ്യന്മാർക്ക് ആ പൈതലിനെ, ആ മകനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കാരണം ഈ അപ്പന് വളരെയധികം ദേഷ്യം വന്നു, സങ്കടം വന്നു. യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ഇവന്മാർക്ക് എന്താ കഴിയാത്തത് എന്നുള്ള ഒരു ആശയത്തിൽ ഈ ശിഷ്യന്മാർക്കെതിരെ അദ്ദേഹം കയർക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ആണ് നമുക്ക് മർക്കോസ് സുവിശേഷം 9 കാണാനായിട്ട് കഴിയുന്നത്. ഈ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു താഴേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരം യേശു ഓടി വന്ന് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം, എന്താ കാര്യം? അന്നേരം ഈ അപ്പൻ്റെ പിതാവ് അല്ലെങ്കിൽ അഥവാ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഇന്നതുപോലെ എൻ്റെ മകൻ ഊമനാണ്, അപ്പോൾ തന്നെ അവൻ ഭൂതഗ്രസ്തനാണ്. നിന്റെ ശിഷ്യന്മാരോട് സൗഖ്യമാക്കാൻ അവരോട് ആവശ്യപ്പെട്ടു, പക്ഷെങ്കിൽ അവർ എൻ്റെ മകനെ സൗഖ്യമാക്കിയില്ല. വളരെ അരിശത്തോടു കൂടെയാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നിന്നെ കൊണ്ടെങ്കിലും കഴിയുമോ, നിനക്കെങ്കിലും എൻ്റെ മകനെ സൗഖ്യമാക്കാനായിട്ട് കഴിയുമോ? യേശു പെട്ടെന്ന് കോപിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. യേശു ചോദിക്കുകയാണ്, എന്ത്, എന്നെ കൊണ്ട് കഴിയുമെന്നോ? ഒരു ആശ്ചര്യത്തോടു കൂടെ യേശു ആ മനുഷ്യനോട് സംസാരിക്കുകയാണ്. നിന്റെ മകൻ എവിടെ എന്നുള്ള ഒരു ഭയങ്കര ഗൗരവമായ ശബ്ദത്തിൽ ആ മകനെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും അവനിലുള്ള ഭൂതാത്മാവിനെ യേശു ശാസിക്കുകയും ആ പൈതൽ വായ് തുറന്ന് സംസാരിക്കാനും ഇടയായി തീർന്നു. വളരെ ശക്തമായിരിക്കുന്ന ഒരു ആത്മീക ദൂത് ഇതിനകത്ത് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. യേശു ഈ മകനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്, 9 പേർ താഴെയുണ്ട്, 3 പേർ തൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവരെ വിളിക്കുന്നത്, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. യേശു വിളിക്കുന്ന ആ വിളി കണ്ടോ, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കും. 9 പേർ താഴെ നിന്നു, അവർക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അവരെ നോക്കിയിട്ടാണ് യേശു പറയുന്നത്, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കും. 3.5 കൊല്ലം ഇവരെ കൂടെ കൊണ്ട് നടന്നിട്ടും അവരുടെ കയ്യാൽ ഒറ്റ അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കണമെന്നാണ് വാസ്തവത്തിൽ യേശു ആഗ്രഹിച്ചത്. അതിന് വേണ്ടിയിട്ട് അവരെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ കടന്നുപോയി അനേകം ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്ന സംഭവമൊക്കെ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വായിച്ചറിയാനായിട്ട് കഴിയുകയാണ്. എന്നാൽ അവരെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞയക്കുന്നതിന് മുൻപുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ ഒരു പാപം, അല്ലെങ്കിൽ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അവിശ്വാസമാണ്. അതൊരു വലിയ അപകടം പിടിച്ച ഒരു സംഗതിയായിട്ട് തിരുവെഴുത്ത് നമ്മളോട് ചൂണ്ടിക്കാണിക്കുകയാണ്. അവിശ്വാസം എന്തുകൊണ്ടാണ് വളരെ ദോഷമായി ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, ആ അവിശ്വാസം നേരെ ചെന്ന് പതിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളിലേക്കും ദൈവത്തിങ്കിലേക്കുമാണ്. ദൈവത്തെ സംശയിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയിക്കുകയും ചെയ്യുന്നതിനെയാണ് അവിശ്വാസം എന്നതുകൊണ്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, സഹോദര സഹോദരി, എനിക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു കാര്യം ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് അതിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് വേറൊരു വ്യക്തിയോടും അതേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോടും കൂടെ ചെയ്യണമേ എന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ രണ്ടാമതൊരു ആളോട് കൂടെ പറഞ്ഞത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, അല്ലേ? ഇത് തന്നെയാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാനുഷികമായി ഇങ്ങനെ ഒരു നിലപാട് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് എത്രയധികം എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ പൂർത്തീകരിച്ചു തരുമെന്നും ദൈവം അത് ചെയ്തു തരുമെന്നും ഒരുത്തന് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നതും ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും അവിശ്വസിക്കുന്നത് വലിയ അപകടമായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു അതുകൊണ്ടാണ് ഇവരെ ശാസിക്കുന്നത്, ഇവരോട് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു വിഷയം വന്നിട്ട് അതിനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്?
ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു പ്രതിസന്ധിയും വിശ്വാസത്തോടുകൂടെ ദൈവകരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഒരാളോട് പറയാൻ പോകാതെ ദൈവത്തോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ മകന് സൗഖ്യം വന്നു, അപ്പൻ അവനെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ഭയങ്കര നീറ്റൽ, ഒരു വേദന, ഒരു ഭയങ്കര സങ്കടം ഇങ്ങനെ നെഞ്ചത്ത് കിടക്കുകയാണ്. ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത് പിന്നീട് താഴോട്ട് നമുക്ക് വായിച്ചറിയാനായിട്ട് കഴിയും. മാർക്കോസ് സുവിശേഷം 9 യേശുവിനോട് ശിഷ്യന്മാർ വളരെ രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ വിടുവിക്കാൻ കഴിയാതിരുന്നത്? ഓൾറെഡി കർത്താവ് പറഞ്ഞു നിങ്ങളുടെ അവിശ്വാസമാണ് അതിന് കാരണമെന്ന് പറഞ്ഞു. രണ്ടാമത് യേശു അവരോട് മറ്റൊരു കാര്യം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 9-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങളാണത്. അവരോട് പറയുകയാണ്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥനയാലല്ലാതെ. മത്തായി സുവിശേഷത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന് യേശു പറയുകയാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് അതിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അവർക്കതിനെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ആ ഒരു വിടുതൽ നടത്താൻ അവരുടെ കൈക്കൊണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ മറുപടി എന്ന് പറയുന്നത് അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സജീവമായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ നടക്കാൻ ഈ രണ്ടാമത്തെ ഒരു താക്കോൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. വിശ്വാസം മാത്രം പോരാ, തീർച്ചയായിട്ടും പ്രാർത്ഥനയും ഉപവാസവും അതിനകത്ത് അനിവാര്യമായിരിക്കുന്ന ഒരു സംഗതിയാകുന്നു. യേശു അവരോട് വളരെ കർശനമായിട്ട് പറയുകയാണ്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. നിങ്ങൾക്ക് വിശ്വാസം മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, തീർച്ചയായിട്ടും വിശ്വാസം വേണം, അത് തന്നെയാണ് അതിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത്. എന്നാൽ അതിനോട് കൂടെ ചേർന്ന് പ്രാർത്ഥനയും ഉപവാസവും വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നീട് നിങ്ങൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഭൂതങ്ങൾ അവരെ കാണുമ്പോൾ തന്നെ അലറി പുറത്തു പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവൻ അവരുടെ നിഴൽ തട്ടി പോലും സൗഖ്യം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ വസ്ത്രം കൊണ്ട് ഇടുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ സജീവമാകുകയാണ്. അവരിൽ വിശ്വാസം വളരെ ആഴത്തിൽ പതിയുകയും പോരാ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവർ തുടരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ആർക്കെങ്കിലും വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു സംഗതിയാകുന്നു. അവിശ്വാസം അപകടകരമായിരിക്കുന്ന ഒരു സംഗതിയാകുന്നു. എന്നാൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതിലൂടെ ആ തികഞ്ഞ വിശ്വാസത്തിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ കൈയാലും നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ചില രോഗസൗഖ്യമായിട്ടോ മറ്റു ചിലരുടെ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലായിട്ടോ ഏതാനും ചില വ്യക്തികൾക്ക് നമ്മുടെ ജീവിതം ഒരു വിടുതലായി മാറണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ, പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് വിടുതലാകണമെന്ന് ദൈവം കൊതിക്കുന്നു. അതിനു വേണ്ടിയത് യേശു തൻ്റെ ശിഷ്യന്മാരോട് രഹസ്യമായി പറഞ്ഞ ആ വാക്കാണ്. 9-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ മാർക്കോസ് സുവിശേഷം, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് ധൈര്യപ്പെടുക, വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക, പ്രാർത്ഥനയിൽ തുടരുക. നിങ്ങളുടെ കൈയാലും അത്ഭുതങ്ങൾ നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.